അപ്പോൾ നമ്മൾ ഇന്നലെ മുതൽ ഒരു പുതിയ രീതിയിൽ അതായത് ജൂലൈ 1 മുതൽ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 72 ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഇപ്പാൻ്റെ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് 2 ദിവസം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പിന്നെ ഇതിപ്പോൾ ഈ ജൂലൈ 1 മുതൽ 30, 31 ആ ഒരു ഈ മാസം കറക്റ്റ് ചെയ്യാമെന്നുള്ള ഒരു ഇതാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറഞ്ഞില്ലെങ്കിലും ഉറപ്പ് പിന്നെ അടുത്ത മാസം ചെയ്യാൻ പ്ലാൻ ഇല്ല കേട്ടോ. കുറച്ചൊന്ന് ഒരു റിലാക്സൊക്കെ ആയിട്ട് പിന്നെ ഒരു 50 ദിവസമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഞാൻ ഈ വർഷം കൊണ്ട് എന്തായാലും ഒരു 80 ആക്കിയിരിക്കും. അതാണ് എൻ്റെ ഒരു ഞാൻ മനസ്സിൽ നമ്മൾ ഓരോ പ്ലാൻ ഉണ്ടല്ലോ, 80, 79, 80 ആ ഒരു രീതിയിലാക്കണം എന്നൊക്കെയാണ്. ഇപ്പോൾ ഈ ഒരു 100 ദിവസം കൊണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് 85 ആട്ടോ. ഒരുപാട് വെയിറ്റ് കുറക്കാനൊന്നും വിചാരിച്ചിട്ടില്ല. ഞാൻ 97.4 എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ 90 വരെ കണ്ടു, 90.2 വരെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ബർത്ത്ഡേൻ്റെ പരിപാടികളും കേക്ക് തിന്നലും ബ്രോസ്റ്റ് തിന്നലും ഇന്നലെ പിന്നെ അന്നത്തേക്ക് വീഡിയോ കണ്ടവർക്കൊക്കെ എന്താ പറയുക, ഒരുപാട് നല്ല രീതിയിൽ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വീണ്ടും നമ്മൾ സ്ട്രിക്റ്റായിട്ട് ഇപ്പോൾ തുടങ്ങുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇനി ഈ ഒരു മാസം നല്ല രീതിയിൽ പോകുമെന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. വേറെ ഹെൽത്ത് ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ. എന്തായാലും ഞാൻ ഇന്നലത്തെ ഞങ്ങൾ വെയിറ്റ് നോക്കിയപ്പോൾ ഞങ്ങളെന്നും ഞങ്ങൾ ഗ്രൂപ്പിൽ വെയിറ്റ് ഇടാൻ വേണ്ടിയിട്ട് എന്നും വെയിറ്റ് നോക്കാറുണ്ട് കേട്ടോ. എന്നും വെയിറ്റ് നോക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമൊന്നുമല്ല. കാരണം നമുക്ക് പെട്ടെന്ന് മാറ്റം മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ പിന്നെ 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ നോക്കുകയാണ്. പക്ഷേ ഞങ്ങളിങ്ങനെ എന്നും വെയിറ്റ് ഗ്രൂപ്പിൽ ഇടും എന്നുള്ള ഒരു തീരുമാനം എടുത്തതുകൊണ്ട് മാത്രം ഇടുകയാണ്. അതുകൊണ്ട് 1 തുടങ്ങുമ്പോൾ നമ്മൾ 91.1 ആയിരുന്നു കേട്ടോ. ഞാൻ 91.3 ആയിട്ടുണ്ട്. ഏതായാലും നോക്കാം, നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ നോക്കാം. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? എല്ലാവരും എന്തൊക്കെയാണ് വെയിറ്റ് ലോസ് നടക്കുന്നുണ്ടോ? പിന്നെ ഒരുപാട് പേര് ഇപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുന്നവരുണ്ട്, വെയിറ്റ് കുറയുന്നവരുണ്ട്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ അമ്പിളിക്കൊക്കെ ഓരോ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ഇടയിൽ വെയിറ്റ് കൂടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സമാധാനമായിട്ട്, കാരണം ഞാൻ മാത്രമാണോ ഇങ്ങനെ ഒരു സ്ട്രിക്റ്റും ഇല്ല, ഒരു കാര്യം ചെയ്യണം എന്നുള്ളൊരു വാശിയില്ലാത്ത എനിക്കാണോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരുപോലെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു സമാധാനമാണ് അല്ലേ. അപ്പോൾ കുറഞ്ഞോളും. ഏതായാലും വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നിർത്തണ്ട ആരും. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അന്ന് അതൊക്കെ ഉണ്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അല്ലാതെ ഇപ്പോൾ ഇതെന്തിനാ അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ വരുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ. ഈ 100 ദിവസത്തെ എനിക്ക് തോന്നുന്നു 100 ദിവസത്തെ വെയിറ്റ് ലോസ് ചാലഞ്ചൊക്കെ ഭയങ്കര പാട് തന്നെയാണ്. ഇനി ഞാനത് 100 ദിവസമൊന്നും എന്തായാലും ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഒരു മാക്സിമം 50 ദിവസം അതിലപ്പുറമൊന്നും ചെയ്യാതിരിക്കണം നല്ലത്. കാരണം അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് തിന്നാതെ നമ്മളിങ്ങനെ സ്ട്രിക്റ്റാക്കി അത് ഇപ്പോൾ ഈ പ്രാവശ്യം 100 ദിവസം ചെയ്തിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ ഏകദേശം ഒരു 5 ദിവസത്തോളം ചീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയൊക്കെ ഞാൻ അങ്ങനെ പിടിച്ച് നിന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇപ്പം മൊത്തത്തിൽ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 7 കിലോ കുറഞ്ഞിട്ടുണ്ട്. എന്നാലും 85 ആക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഇത്. പക്ഷെ നോക്കാം, ഇനി ഒരു മാസം കൂടി ഉണ്ടല്ലോ എന്നാണ് ഉള്ളത്. ഇടയ്ക്കൊന്ന് വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യണമെന്നുണ്ട് ഈ മാസം. പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ഒരു വാട്ടർ ഫാസ്റ്റ് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ഉണ്ട്. നോക്കാം എന്താണ് എന്നുള്ളത്. മക്കളൊന്നും ഇല്ലാത്ത വലിയ പണികളൊന്നും ഇല്ലാത്ത ദിവസം വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യാമെന്നൊക്കെ ഉള്ളതാണ് കേട്ടോ തീരുമാനം. അപ്പോൾ എല്ലാവരുടെ വെയിറ്റ് കുറക്കുന്നവരുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എനിക്കൊരു ഇതാവുമല്ലോ എന്താണ് അവസ്ഥ എന്നൊക്കെ അറിയുമ്പം. പിന്നെ പറയാറുണ്ട് കേട്ടോ, ഒരുപാട് പേര് പറയാറുണ്ട് ഞാൻ ഇത്രയും വെയിറ്റിൽ നിന്ന് ഇത്ര ആയി, ഇപ്പോൾ സ്റ്റെക്കാണ് ഒക്കെ പറയാറുണ്ട്. അതുപോലെ പിന്നെ അപ്പോൾ ഇന്നും ഒക്കെ നമുക്ക് വെയിറ്റൊക്കെ എത്ര ഉണ്ട് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഞാൻ എൻ്റെ ഡ്യൂട്ടീസ് രാവിലെ ഇതുമ്പോൾ മദ്രസക്ക് പോയിട്ടുണ്ട് കേട്ടോ. എന്നൊക്കെ കുറച്ചൊരു സുഖം തോന്നി അവൾക്ക്. പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവൾ ഇന്ന് മദ്രസക്ക് പോയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞയച്ചതിന് ശേഷം പിന്നെ എൻ്റെ കെട്ടിയോന് സ്കൂൾ ബസ് എടുക്കാൻ പോയി. ഒക്കെ കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ വേഗം മുൻഭാഗം ഇങ്ങോട്ട് അടിച്ചു വാരി തുടച്ച് പോന്നാൽ പിന്നെ ഒരു സമാധാനമാണ്. പിന്നെ ബാക്കി ഇങ്ങോട്ട് അകത്തേക്ക് ഉള്ളത് പിന്നെ നമുക്ക് രാവിലത്തെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ അവിടെ അടിച്ചു വാരി തുടച്ചതിന് ശേഷം കിച്ചണിക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്ലാസ്കിലേക്ക് വെള്ളമൊക്കെ പാർന്നു. ഇന്നിപ്പോൾ ഞാൻ ദോശയാണ് ഉണ്ടാക്കുന്നത്. നമ്മളിവിടെ
റേഷൻ കടയിൽ നിന്ന് കുറച്ച് പച്ചരി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു വെയിൽ കണ്ട തക്കത്തിന് എൻ്റെ കെട്ടിയോൻ അതൊക്കെ ഉണക്കി പൊടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള പണികളൊക്കെ എൻ്റെ കെട്ടിയോൻ കേട്ടോ ചെയ്യാറുള്ളത്. അരി ഉണക്കി പൊടിപ്പിക്കുക, അത് കഴുകി ഉണക്കി പൊടിപ്പിക്കണം മുഴുവൻ. ഞാൻ അതിക്ക് നോക്കാറേ ഇല്ല കേട്ടോ. അത് ആദ്യമേ അങ്ങനെയാണ്. അതേപോലെ തന്നെ ഇമ്മുള്ള കാലത്ത്, ഇവിടുത്തെ ഇമ്മുള്ള കാലത്ത് ഉമ്മേര് ചെയ്യൽ ഈ മുളക്, മല്ലി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണക്കി കഴുകി ഉണക്കി വറുത്ത് പൊടിപ്പിക്കലൊക്കെ ഉമ്മയായിരുന്നു കേട്ടോ ചെയ്യാറ്. കാരണം അന്നൊക്കെ മക്കൾ മോളും നീനൊക്കെ ചെറിയ കുട്ടികളായതുകൊണ്ട് പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ നിൽക്കുമ്പോൾ മക്കളും അതിലേക്ക് വരും കേട്ടോ. അപ്പോൾ പറയും ഈ കുട്ടികളും കൊണ്ട് പോയിക്കോ, ഞാൻ ചെയ്തോളാം ഉമ്മ. അന്ന് ഉമ്മാക്കൊക്കെ നല്ല ആരോഗ്യമുള്ള ടൈമാണ്. പിന്നെ ഉമ്മാക്ക് വയ്യാണ്ടായപ്പോൾ പിന്നെ അത് ചെയ്യൽ ഇങ്ങനെ ഇതുമ്പോൾ ചെറിയ കുട്ടിയായി. അപ്പോൾ പിന്നെ അതിൻ്റെ കെട്ടിയവൻ അങ്ങോട്ട് ഏറ്റെടുത്തിട്ടോ. പിന്നെ ഞാൻ അവരൊക്കെ വലുതായിട്ടു പിന്നെ ഞാൻ ആ ഡ്യൂട്ടി ഏറ്റെടുത്തിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ എന്താ പറയുക, മുളകും മല്ലിയൊക്കെ പിന്നെ പൊടിപ്പിക്കലൊക്കെ നിർത്തി. നമ്മൾ പാക്കറ്റ് വാങ്ങൽ തുടങ്ങി. അരിപ്പൊടി പിന്നെ അധികം റേഷൻ കടയിൽ നിന്ന് പച്ചരിയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ അത് പൊടിപ്പിക്കും കേട്ടോ. ചിലപ്പോൾ ഈ വെയിലൊന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ പൊടി നമ്മൾ പിന്നെ കടയിൽ നിന്ന് വാങ്ങും, അരിപ്പൊടിയൊക്കെ വാങ്ങും. അല്ലാതെ ഞാനായിട്ട് പൊടിപ്പിക്കൂല കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് പരിപാടി. അപ്പോൾ നല്ല 8 കിലോനായിട്ട് അരി പൊടിപ്പിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ പൊടി അങ്ങനെ കാണുമ്പോൾ നമുക്കൊരു സമാധാനമാണ് അല്ലേ. അപ്പോൾ ഞാൻ വേഗം ഇന്നലെ പത്തിരി ചുട്ടിട്ടുണ്ടായിരുന്നു. പത്തിരിയും കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ മുട്ടക്കറി എന്ന് പറഞ്ഞാൽ തേങ്ങ അരച്ചിട്ട് മുട്ട ഉടച്ച് പാർന്നിട്ടുള്ള കറിയാണ് കേട്ടോ. അല്ലാതെ പിന്നെ എന്താ പറയുക, മുട്ട പീങ്ങിയിട്ടുള്ള മുട്ട റോസ്റ്റ് അങ്ങനെയൊന്നുമല്ല. തേങ്ങ അരച്ച് അങ്ങനെ ഒരു വേറൊരു ഇതിങ്ങനെ ഇതുപോലെ ഉണ്ടാക്കാറുണ്ടോ എനിക്കറിയില്ല. അത് പിന്നെ ഞാൻ തേങ്ങ ചിരണ്ടി ജസ്റ്റ് അതിലൊക്കെ ഒന്നും ഇട്ടിട്ടില്ല, അത് അരച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ചെറിയ ഉള്ളിയോ വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞിട്ട് അടുപ്പത്ത് വെക്കും കേട്ടോ. എന്നിട്ട് അത് പിന്നെ നന്നായിട്ട് ഉള്ളിയൊക്കെ ഒന്ന് ജസ്റ്റ് മൂത്ത് വരുമ്പോൾ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുക്കും. വേറെ മസാലപ്പൊടികളൊന്നും ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. അത് മാത്രം ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ മൂത്ത് വരും, ആ ഒരു പച്ച മണം പോകണ വരെ ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ അതിലേക്കാണ് പാരും. പാർന്നിട്ട് നമ്മൾ അതപ്പോൾ ഞാൻ ഉള്ളി മൂപ്പിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ അരിപ്പൊടിയാണ് ഇച്ചിരി എടുത്തിട്ടുള്ളൂ കേട്ടോ. ഓല് രണ്ടാളും മാത്രമേ കഴിക്കുള്ളൂ. ഞാൻ കഴിയുന്നതും ഇനി അരിഭക്ഷണം ഒഴിവാക്കണം. ഇന്നലെ പത്തിരി കണ്ടപ്പോൾ കൊതികൊണ്ട് കഴിച്ചതാട്ടോ. കുറേ ദിവസമായി നോമ്പ് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പത്തിരി ചുടാറില്ല. അപ്പോൾ ഇന്നലെ ചുട്ടപ്പോൾ അത് കഴിക്കാനുള്ളൊരു കൊതികൊണ്ട് അങ്ങനെ 1-2 കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് മുതൽ ഞാൻ അരിഭക്ഷണം കഴിക്കണില്ല എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതാ ഉള്ളിയൊക്കെ ഒന്ന് ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് നെരിഞ്ഞു വന്നപ്പോൾ ഇച്ചിരി കറിവേപ്പിൻ്റെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ തേങ്ങ അരച്ചത് പാർന്നും പിന്നെ കുറച്ചും കൂടി വെള്ളം പാർന്നു കേട്ടോ. നമ്മൾ അതിലേക്ക് മുട്ട ഉടച്ച് പാരാണ് കേട്ടോ ചെയ്യണത്. അതുകൊണ്ട് തന്നെ തേങ്ങ ഉള്ള വെള്ളം കുറച്ച് കൂടുതൽ ഉണ്ടാവണമായിരിക്കും നല്ലത്. കാരണം തേങ്ങ ഉടച്ച് പാരുമ്പോൾ അതൊന്നും കൂടി കുറുകുമല്ലോ. അപ്പം പിന്നെ ഒന്നായിട്ട് ഇങ്ങോട്ട് കട്ടി വെക്കാണ്ടല്ലോ, കുറച്ച് വെള്ളം കുറച്ച് കൂടുതലായിട്ടാണ് ഞാൻ പാർന്നിട്ടുള്ളത്. എന്നിട്ട് അതിങ്ങനെ തിളച്ച് വരണം. അതായത് ഈ സമയത്ത് നമ്മൾ മുട്ട ഒഴിക്കരുത് കേട്ടോ. ഒഴിക്കാറില്ല ഞാൻ. പിന്നെ ഞാൻ ഒന്ന് തിളച്ച് വരുമ്പോൾ കറി ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് മുട്ട ഉടച്ച് പാരാൻ ഏറ്റവും നല്ലത്. നമ്മൾ വേറെ പാത്രത്തേക്ക് മുട്ട ഉടച്ചിട്ട് ഇതിലേക്ക് പാരാണ് നല്ലത് കേട്ടോ. കാരണം മുട്ടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കേടുണ്ടെങ്കിലോ. അപ്പം ഞാൻ അധികം മറന്നിട്ട് അങ്ങോട്ട് പാരും. പിന്നെ ചിലപ്പം വിചാരിക്കും മുട്ട കേടാണെങ്കിൽ നമ്മൾ പെടൂലേ. അപ്പോൾ കഴിയുന്നതും മുട്ട നമ്മൾ വേറൊരു പാത്രത്തേക്ക് ഉടച്ചിട്ട് കേടൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് ഇതൊക്കെ പാരാണ് നല്ലത്. പിന്നെ ഒരു 2 സെക്കൻഡ് നമ്മൾ ഇളക്കൊന്നും ചെയ്യരുത്. കാരണം മുട്ട ഇത്തിരി ഒന്ന് വേവാനുള്ള സമയം കൊടുക്കണം. എന്നിട്ട് പിന്നെ ഇളക്കുമ്പോൾ വേറെ കുറച്ച് കഷ്ണമായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ കുറുന്നനുള്ള ഒരു കറി നല്ല എന്താ പറയുക, അധികം സാധനങ്ങളൊന്നും ഇട്ടിട്ടില്ലെങ്കിലും ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പം എപ്പോഴും നമ്മൾ ഒരേപോലെയുള്ള കറികൾ ഉണ്ടാക്കുമ്പോൾ ഒരു മാറ്റം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ എന്നും നമ്മൾ മുട്ട റോസ്റ്റ് അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച മുട്ടക്കറി അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാക്കലേ. പിന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് കേട്ടോ. ഒരുപാട് കുറച്ച് കൂടുതൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 2 മുട്ടയൊക്കെ ഉടച്ച് പാരാം. ഇപ്പോൾ ഇത് ആകെ ഇച്ചിരി മതിയല്ലോ, അപ്പോൾ ഒരു മുട്ടയൊക്കെ മതിയല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ വേഗത ദോശ ചുടാൻ തുടങ്ങിയിട്ടുണ്ട്. ദോശയ്ക്കും പിന്നെ കറിക്കും കൂടി ഞാൻ തേങ്ങ ചിരണ്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. തേങ്ങ പിന്നെ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ദോശയ്ക്ക് പൊടി കലക്കുമ്പോൾ അതിലേക്ക് ഇടാൻ കേട്ടോ. ഉപ്പും തേങ്ങയും ഇട്ടിട്ട് നല്ലോണം ഇളക്കി അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ പാർന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പത്തിരി കിട്ടാൻ കുറച്ച് പാടായിട്ടോ. പിന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ല ചട്ടിയിൽ നിന്ന്. പിന്നെ നല്ല എണ്ണയൊക്കെ തേച്ച് അതിനെ സോപ്പിട്ട് പിന്നെ അങ്ങനെ അപ്പം കിട്ടാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഉണ്ട് ഞാൻ രാവിലെ പറഞ്ഞ ഇതും
പിന്നെ മദ്രസ വിട്ട് വരുന്നുണ്ട് കേട്ടോ. ഓള് മദ്രസ വിട്ട് വന്നതല്ല, അവിടെ നിന്ന് പോകുന്നതാണ്. അവൾക്ക് ക്ലാസ്സിലെത്തിയിട്ട് വീണ്ടും എന്തോ കണ്ണിരുട്ടടക്കുക, ഛർദ്ദിക്കാൻ വരിക, അവിടുന്ന് ഇച്ചിരി ഛർദ്ദിച്ചു കേട്ടോ. പിന്നെ ഇവിടെ വന്ന് ആകെ ക്ഷീണമായിക്കാണ്ട് അവൾ വന്നത്. അപ്പോൾ ഞാനിതാ ചായ കുടിച്ചു നോക്കുമെന്ന് പറഞ്ഞിട്ട് കട്ടൻ ചായയും പിന്നെ ദോശ അപ്പം എടുത്ത് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അപ്പം വേണ്ട, കട്ടൻ ചായ മാത്രം മതി. എനിക്കറിയില്ലെങ്കിൽ ഭയങ്കര ടെൻഷനായിട്ടുള്ളൂ. അങ്ങനെ വീണ്ടും ഛർദ്ദിച്ചു എന്ന് പറഞ്ഞപ്പോൾ, കാരണം മരുന്ന് കുറിച്ച് ഒരാഴ്ചയായിട്ട് പിന്നെ 2 പ്രാവശ്യം ഡോക്ടറെ കാണിച്ചു. പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്നും വീണ്ടും ഛർദ്ദിച്ചപ്പോൾ എനിക്ക് എന്തോ പോലെ ഒരു ടെൻഷനൊക്കെ ആയിട്ടോ. പിന്നെ ഉളപ്പ് വരാതെ ഒന്ന് വരട്ടെ, ഇനിയിപ്പോൾ ഒന്ന് സ്കൂൾക്ക് പറഞ്ഞേക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ മാറ്റാനും ഡ്രസ്സ് മാറ്റാനും യൂണിഫോമൊക്കെ അയൺ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡ്രസ്സ് മാറ്റാനൊന്നും പറഞ്ഞില്ല. ദോശ അപ്പം ഞാൻ വാരി കൊടുത്തിട്ട് അവൾ കഴിക്കണമില്ല കേട്ടോ. ഒരു ഉരുള കഴിച്ചു. പിന്നെ ഓക്ക് കഴിക്കാൻ വയ്യ കേട്ടോ. പക്ഷേ ആ ഇരുത്തം കണ്ടില്ല, ഒരു 2 മിനിറ്റ് ഇങ്ങനെ അവൾ ആ ചായ കുടിച്ച് ഇരുന്ന് ഒരു ഉരുള അപ്പം തിന്നില്ലേ, ആ തിന്നത് ഫുള്ളും പിന്നെ ആ ഒരു എന്താ പറയുക 2 മിനിറ്റ് കൊണ്ട് ഒന്നായിട്ട് അങ്ങോട്ട് ഛർദ്ദിച്ചു കേട്ടോ. പിന്നെ ഏതായാലും ഓള് അപ്പോഴേക്ക് സോഫയിൽ നിന്നൊക്കെ എഴുന്നേറ്റ് വാഷ് ബേസിൽ എത്തിയിട്ടുണ്ടായിരുന്നു. കൂടുതൽ വെള്ളമാണ് കേട്ടോ ഛർദ്ദിച്ചത്. അതിലിങ്ങനെ കുറച്ച് ഈ നമ്മൾ ഇപ്പോൾ കഴിച്ച അപ്പത്തിൻ്റെ പൊട്ടൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് വീണ്ടും ടെൻഷനായി. പിന്നെ ഞാൻ അപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് വന്നു കേട്ടോ. പിന്നെ വേഗം മൂപ്പർക്ക് ഫുഡ് കൊടുത്തു. അപ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് തന്നെ ഞാനും പിന്നെ ചായ കുടിക്കാണ്. സത്യം പറഞ്ഞാൽ ഓക്ക് ഛർദ്ദിച്ചപ്പോൾ ഓക്കൊന്ന് സുഖമായിക്കാണ് കേട്ടോ. നല്ലോണം ഛർദ്ദിച്ച് ഫുള്ളായിട്ട് പോകുന്നപ്പോൾ മുഖമൊക്കെ ഒന്ന് തെളിഞ്ഞു. മദ്രസ വിട്ട് വന്നപ്പോൾ എന്തോ പോലെയായിരുന്നു മുഖട്ട്, ഒരു ക്ഷീണം പോലെയൊക്കെ ആയിട്ട് അങ്ങനെ ഉള്ളിലിങ്ങനെ ഛർദ്ദിക്കാൻ വരുന്ന പോലെ ഉണ്ടായിട്ടായിരിക്കും. ഓൾ കിടക്കുക തന്നെയാണ്. പിന്നെ ഒന്നുകൊണ്ട് പുറത്തേക്കണ്ട് വന്നപ്പോൾ കുറച്ച് ഒരു സുഖമുണ്ട്. അപ്പോൾ ഞാൻ അവളെ പറഞ്ഞു, ഇനി ഒന്നും കൂടി കാണിക്കേണ്ടി വരിക, കാണിച്ച ഡോക്ടറെ ഇനി കാണിക്കണ്ട, വേറെ ഏതെങ്കിലും ഡോക്ടറെ കാണിക്കാമെന്നൊക്കെ പറഞ്ഞ് ഏതായാലും നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു എത്ര ദിവസമായി അറിയോ സ്കൂളിൽ പോവാതായിട്ട്, 3-4 ദിവസമായി പോയിട്ട്. പിന്നെ ഇപ്പോൾ ആണെങ്കിൽ 5ാം ക്ലാസ്സിലായതുകൊണ്ട് തന്നെ ഹിന്ദി തുടങ്ങിയിട്ടുണ്ട് അവർക്ക്. അപ്പോൾ പുതിയ ലാംഗ്വേജൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ക്ലാസ്സിലില്ലാഞ്ഞാൽ എന്തൊക്കെ അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു ടച്ചൊക്കെ വിട്ടിട്ട് കുറേ ആയില്ലേ. മോളൂനും നീനുവിനൊക്കെ ഞാൻ ഒപ്പം ഇരുന്ന് പഠിപ്പിക്കാറുണ്ടായിരുന്നു കേട്ടോ. അതെന്ന് പറയുമ്പോൾ ഞാൻ ആ ഒരു പ്രായമല്ലേ, മോളൂനെ പ്രസവിക്കുമ്പോൾ എനിക്ക് 18 വയസ്സാണ്, നീനുട്ടീനെ പ്രസവിക്കുന്ന സമയത്ത് എനിക്ക് 20-21 വയസ്സേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളൊരു 10ാം ക്ലാസ് ആ ഒരു പ്രായത്തിൽ നമുക്ക് കുറച്ചൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാവില്ല. ഇപ്പോൾ ആ ടച്ചൊക്കെ വിട്ടു. അതിൻ്റെ ഇടയ്ക്ക് ഒരു 10 കൊല്ലത്തെ ഗ്യാപ്പ് വന്നതുകൊണ്ട് ടച്ചൊക്കെ വിട്ടതുകൊണ്ട് എനിക്ക് പിന്നെ പഠിപ്പിച്ചു കൊടുക്കാനൊന്നും ഇപ്പോൾ ഭയങ്കര മടിയാണ്. അറിയില്ല കേട്ടോ, ഹിന്ദിയൊന്നും കുറേയൊക്കെ വായിക്കാനൊന്നും അറിയണമില്ല. അപ്പോൾ പിന്നെ എന്തായാലും നാളെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ വേഗം ഡോക്ടറെ കാണിക്കണം. അപ്പോൾ ഡോക്ടറെ ബുക്ക് ചെയ്ത് പോന്നിട്ടുണ്ട്, വേറെ ഏതൊരു ഡോക്ടറെ ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ കുറച്ച് സാധനം, ഇതിൻ്റെ ബദാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പാല്, ബട്ടർ, പിന്നെ എന്താ പറയുക ചായപ്പൊടി, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മൂപ്പര് വന്നപ്പോൾ അതൊക്കെ ഞാൻ ഈ ബുക്ക് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞ് പോയപ്പോൾ ഞാൻ വേഗം മെസ്സേജ് അയച്ചു, ഇങ്ങനെ സാധനങ്ങളൊക്കെ വേണം, ഇന്ന സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ട് എന്നോട് എല്ലാത്തിൻ്റെയും ഇങ്ങനെ നോക്കിയിട്ട് പേര് വായിച്ചിട്ട് അതിൻ്റെ വില ഇങ്ങനെ നോക്കിപ്പിക്കൂട്ടോ. അപ്പോൾ ഞാൻ പറയും, ഇതൊക്കെ എന്തിനപ്പോൾ വില അറിയണമെന്ന് വെച്ചാൽ എന്നോട് അറിയും, നമ്മൾ ഏത് സാധനം ആയാലും അതിൻ്റെ വില നമ്മൾ അറിയണം, നമ്മൾ വെറുതെ വാങ്ങരുത്. ഏത് സാധനം നമ്മൾ എന്താ ആറ്റിൽ കളയാണെങ്കിൽ അളന്ന് കളയണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് സാധനം നമ്മൾ ഒരു പഞ്ചസാര ആയാലും ചായപ്പൊടി ഇങ്ങനെയൊക്കെയുള്ള സാധനം ഏകദേശം എത്ര റേറ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം. അല്ലാതെ ഒന്നും അറിയാതെ ഇങ്ങനെ ഇരിക്കരുത്, എപ്പോഴും പറയട്ടോ. ആദ്യം മുതൽക്കേ അങ്ങനെയാണ്. പിന്നെ ഞാൻ തന്നെ അത് വായിച്ചു കൊടുക്കണം, അപ്പോഴാണ് മൂപ്പർക്ക് സമാധാനം ആവുള്ളൂ. ഇങ്ങനെ സാധനം ഒന്നായിട്ട് കൊണ്ടുവന്നാൽ പിന്നെ ഞാനത് ഇരുന്ന് വായിച്ച് നോക്കിയിട്ട് വേണം അങ്ങനെ, അപ്പോഴും മൂപ്പർക്കൊരു സമാധാനമാവുള്ളൂ. പിന്നെ ഞാൻ വായിച്ചു കൊടുക്കും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇതുമുന്നെ വേഗം ബുക്ക് ചെയ്ത് ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും എത്താൻ പറഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ ഡോക്ടറാണ്. അപ്പോൾ ഇനി ഇപ്പോൾ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഡോക്ടറായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളെ MBBS ഒക്കെ ആയിട്ട്, പക്ഷേ കുറച്ച് പ്രായമുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഡോക്ടറാണ്. ഞങ്ങൾ സ്ഥിരം കാണിക്കുന്നതാണ്. പക്ഷെ എന്താ അറിയില്ല, ഇപ്രാവശ്യം ഉപ്പരുത് കുടിച്ചിട്ട് വലിയ സുഖമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി കുട്ടികളെ സ്പെഷ്യലിസ്റ്റ് ഞാൻ കാണിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ ഞാൻ വേഗം മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടി കൊടുത്തു. പിന്നെ ഒന്ന് വാർന്ന ശരിയാക്കിയത് ഡ്രസ്സൊക്കെ മാറ്റി അവൾ പോയി പറഞ്ഞയച്ചിട്ട് വേണം ബാക്കിയുള്ള പണികളൊക്കെ. അപ്പോൾ ഇന്ന് എന്താ പറയുക സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടുവന്നപ്പം കുറച്ച് മീനും വാങ്ങിയിട്ടുണ്ട്. ഇനി അതൊക്കെ വെക്കണം. അപ്പോൾ ഞാൻ മീൻ കട്ട് ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴാണ് പിന്നെ അവർ പോവാന്ന് പറഞ്ഞത്. ഇനി ഇതുമൂന്നാണെങ്കിൽ ഞാൻ ആ വാതിക്കൽ നിൽക്കണം, ഞാൻ മീൻ കട്ട് ചെയ്യാൻ, ഞാൻ മീൻ മുറിച്ചിട്ട് ഇമ്മ പൊയ്ക്കുമെന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കില്ല കേട്ടോ. അമ്മച്ചി അവിടെ വാതിക്കൽ വന്ന് നിൽക്കണമെന്ന് പറഞ്ഞ് എൻ്റെ കയ്യുമ്മലൊക്കെ മീനാണ്, അതാണ് ഞാൻ ബാക്കിലേക്ക് ഇങ്ങനെ പിടിച്ചിരിക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പിന്നെ ഉമ്മയൊക്കെ കൊടുത്ത് അവളെ പറഞ്ഞേക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത്, എന്തൊക്കെയാണ് പറയേണ്ടത് ഡോക്ടറോട് എന്നാണ് ഇപ്പോൾ എന്നോട് ചോദിക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. തലവേദന ഉണ്ട്, ഛർദ്ദിക്കാൻ വരുന്നുണ്ട്, വയറുവേദന കുറച്ചുണ്ട്, പിന്നെ എന്താ ഇന്നലെ രാത്രി നല്ല മൂക്കടപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു. പിന്നെ അവൾ മദ്രസിൽ നിന്ന് എന്താ പറയുക കണ്ണിരുട്ട്, ഓൾക്ക് മനസ്സിലാവണില്ല കേട്ടോ. ഈ അവൾ എന്നോട് വന്ന് പറഞ്ഞത് എന്താ പറയുക, ഇരുട്ട്
വന്ന് മെച്ചിയേ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ ഇരുട്ട് വന്ന് നിന്നിട്ട് കുറേ സ്റ്റാർ ഇങ്ങനെ തിളങ്ങാന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടോ കണ്ണ് ഇരുട്ടടിക്കുകയാണ് എന്നുള്ളത്. ബ്ലഡിൻ്റെ കുറവുണ്ടാവുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവർ പോയപ്പോൾ ഞാൻ ബാക്കിയുള്ള മീൻ ഇതാ കട്ട് ചെയ്ത് മുഴുവനാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല കുറച്ച് കഷ്ണ മീൻ പോലത്തെ മീനുണ്ട്, കുറച്ച് ബത്തലുണ്ട്, കുഞ്ഞ് ബത്തൽ മീനില്ലേ, എന്തപ്പോൾ അതിന് പറയാം, ഞങ്ങൾ ബത്തൽ എന്നാണ് പറയാം കേട്ടോ, ചെറിയ ചെറിയ മീനുകളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ രണ്ടും കൂടെ ആയിട്ട് ഇങ്ങനെ കുറേ ആയാലും മീൻ കണ്ടിട്ട് തന്നെ കുറേ ഈ ഒരു മഴയൊക്കെ ആയതുകൊണ്ട് മീൻ കുറവാണല്ലോ. അപ്പോൾ എനിക്ക് മീൻ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്തിട്ട് നന്ന് മുളകിട്ട് വെച്ചു, പിന്നെ കുറച്ച് പൊരിച്ചു. പിന്നെ മൂപ്പരോട് ചോദിച്ചാൽ എന്താ ഫുഡ് വേണ്ടി. മൂപ്പർക്ക് ഈ ചെറുതായിട്ട് പനി ഉണ്ടായിട്ട് ഫുഡൊന്നും അധികം കഴിക്കാൻ പറ്റണില്ല കേട്ടോ. കുറച്ച് കഴിക്കുമ്പോഴേക്കും തന്നെ വയറ് നിറഞ്ഞ പോലെ അല്ലെങ്കിൽ മൂപ്പർക്ക് ഉണ്ടാവും ഒരു അസ്വസ്ഥതയൊക്കെ. അപ്പം പിന്നെ ഈ പനീൻ്റെ ക്ഷീണം മാറിയിട്ടില്ല, പനി മാറിയിട്ടുണ്ട്, പനീൻ്റെ ക്ഷീണം മാറിയില്ല. അപ്പോൾ ഞാൻ എന്താ കഴിക്കാൻ വേണ്ടതെന്ന് ചോദിച്ചു. പിന്നോട് പറഞ്ഞു പിന്നെ സാധാ അരി കൊണ്ട് ചോറ് വേണ്ട, പച്ചരി കൊണ്ട് എണ്ണയൊന്നും പാരാതെ പച്ചരി ചോറ് ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയാൽ മതി, നെയ്യോ എണ്ണ ഒന്നും പാരണ്ട, വയറിനൊരു സുഖം, പനി മാറിയിട്ടാവും ഒരു സുഖമൊന്നും കിട്ടണില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ വെക്കാമെന്ന് കരുതിട്ടോ, എണ്ണയൊന്നും ആക്കാതെ തിരിപ്പിട്ടിട്ട് പച്ചരി കൊണ്ട് പച്ചരി ചോറ് പോലെ അങ്ങനെ ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ അതവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ മീൻ കറി ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഉള്ളിയൊക്കെ വാട്ടി, ഉള്ളി തക്കാളിയൊക്കെ വാട്ടി നല്ല നല്ല ടേസ്റ്റായിട്ട് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. കാരണം കുറേ കാലം കൂടി മീൻ കിട്ടിയതാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ പിന്നെ മീൻ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം മീൻ കുറച്ച് തലേൻ്റെ ഭാഗവും അവിടെ അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ, തലേൻ്റെ ആ സൈഡ്, ബാക്കി വാലിൻ്റെ സൈഡ്, ആ ഭാഗങ്ങൾ മാത്രം എടുത്തിട്ട് ഞാൻ മുളകിട്ടു. നല്ല മീനാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ മീൻകറിയും ടേസ്റ്റ് ഉണ്ട്. മീൻ നന്നായാലാണല്ലോ ആ കറിയും ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ ലാസ്റ്റ് കറിവേപ്പിലൊക്കെ ഇട്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി എടുക്കുകയാണ്. ഇതാ കുക്കറിൽ നമ്മൾ ഗീ റൈസും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ഏകദേശം സെറ്റായപ്പോക്കിന് ഇതുമുന്നെ ഡോക്ടറെ കാണിച്ച് വന്നു കേട്ടോ. അപ്പം വന്നപ്പോൾ ഞാൻ എന്താ പറഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഓലിങ്ങോട് വന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം ഞാൻ കഴിച്ചത് കക്കരി എടുത്തിട്ടുണ്ട്, പിന്നെ മീനും 2 മുട്ട പൊരിച്ചതും തൈരുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. മീൻ കറിയിൽ നിന്ന് ഒരു കഷ്ണവും പൊരിച്ചത് 2 കഷ്ണവും എടുത്ത് പിന്നെ 2 മുട്ടയും പൊരിച്ചിങ്ങനെ ഒന്നായിട്ട് കഴിക്കണം. അപ്പോൾ ഞാൻ ഇന്ന് വെജിറ്റബിളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം വെജിറ്റബിൾ സത്യം പറഞ്ഞാൽ കഴിക്കാനും ഉണ്ടാക്കാനൊക്കെ ഒരു മടിയാണ്, കാരണം അധികം കഴിക്കൂല, അതുകൊണ്ടാണ് കേട്ടോ. കൂടുതൽ നോൺ വെജ് തന്നെയാണ് ഞങ്ങളിവിടെ കഴിക്കൽ. പക്ഷേ കക്കരി എടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ അവരിത് കഴിച്ച് വേഗം വീണ്ടും ചെക്ക് ചെയ്ത് ബ്ലഡ് റിസൾട്ട് നോക്കാൻ പോയി. അവിടെ ചെന്നപ്പം പിന്നെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റിസൾട്ടിൽ പ്രശ്നമില്ല കേട്ടോ. അപ്പോഴാണ് സമാധാനമായത്. എനിക്ക് വയറുവേദന, ഛർദി ഉണ്ടായിട്ട് നല്ല പേടിയുണ്ടായിരുന്നു, മഞ്ഞപ്പിത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ റിസൾട്ടൊക്കെ കണ്ടപ്പോൾ ഞാനും പറഞ്ഞു, അതൊക്കെ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ഇനിയിപ്പോൾ കണ്ണിരുട്ടടിച്ചപ്പോൾ ഞാൻ കരുതി ഇനി ബ്ലഡിൻ്റെ എന്തെങ്കിലും കുറവുണ്ടെന്ന് നോക്കിയപ്പോൾ അതും കുഴപ്പമൊന്നുമില്ല. 13, 14 ലെവലുണ്ട് കേട്ടോ. അപ്പോൾ 11 ഉണ്ടെങ്കിൽ തന്നെ വലിയ കുഴപ്പമില്ല എന്നാണ്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. സമാധാനമായതായാലും കുറച്ച് മരുന്നും ഗുളികയൊക്കെ തന്നിട്ടുണ്ട്, സുഖമായിക്കോളൂ എന്നൊക്കെ പറഞ്ഞു, വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോകുന്നു. അങ്ങനെ വന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഉച്ചയ്ക്ക് ശേഷം പിന്നെ അങ്ങനെ പിന്നെ ഇന്നാണെങ്കിൽ കുറച്ച് ക്ലീനിങ് പരിപാടി, ഇന്ന് ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യുക അങ്ങനെയൊക്കെ പണിയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 3 മണി വരെ അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് നേരം കിടന്നു. പിന്നെ വൈകുന്നേരം എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഇനി ഒന്നും കഴിക്കണില്ല എന്നൊക്കെ വിചാരിച്ചത്. അപ്പോഴാണ് കടലയും കൊണ്ട് വന്നത് കേട്ടോ. കടല പിന്നെ ഞാൻ കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഇരുന്ന് കടല കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ നാളെ എന്താവും എന്നറിയില്ല, നാളത്തെ വെയിറ്റൊക്കെ നോക്കിയിട്ട് നമ്മൾ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം.